ടിപ്പു സുൽത്താൻ്റെ കാലത്ത് കുറേ വാട്ടർ ജയിലുകൾ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള വാട്ടർ ജയിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനെ കേണൽ ബെയ്ലീസ് ഡഞ്ചൻ എന്നും പറയാറുണ്ട്. 1780 രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഉണ്ടല്ലോ, ആ സമയത്ത് പിടിക്കപ്പെട്ട കുറേ ബ്രിട്ടീഷുകാരിൽ ഒരാളാണ് ഈ കേണൽ വില്യം ബെയ്ലി എന്ന് പറയുന്നത്. അയാളാണ് ഈ ജയിലിൽ ആദ്യമായിട്ട് മരിക്കപ്പെടുന്ന ഒരാൾ. അയാളുടെ പേരിലാണ് ഈ ജയിൽ അറിയപ്പെടുന്നത്. ഒരു തടവറയാണിത്. മൈസൂരിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നിലനിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ജയിലാണ്. ഇതിലേക്ക് വെള്ളം നിറയ്ക്കുകയും ഇവിടെ തടവുകാരെ പാർപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഈ കണ്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, ഇതെന്ന് പറയുന്നത് കാവേരി നദിയുടെ അടുത്ത് തന്നെയാണ് ഇത്. അന്നത്തെ കാലത്ത് പമ്പുകളൊന്നുമില്ല, പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ കാവേരി നദി ഇതിന് തൊട്ടടുത്തുണ്ട്. അവിടുന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് ഇതുവഴി കയറ്റുക, അതിൽ തടവുകാരെ ഇങ്ങനെ നിർത്തുകയാണ് ഈ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. 1782 വെച്ച് ആണ് ഇവിടെ വെച്ച് കൊല്ലപ്പെട്ട ആളാണ് വില്യം ബെയ്ലി എന്ന് പറയുന്ന കേണൽ, ബ്രിട്ടീഷുകാരൻ. അയാളുടെ പേരിലാണ് ഈ തടവറ അറിയപ്പെടുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു കൊത്തളമാണ്, ഒരു വളരെ ദീർഘചതുരാകൃതിയിലുള്ള ഒരു കൊത്തളമാണുള്ളത്. അവിടെ കുറേ പീരങ്കികളും ഒക്കെ വെച്ചിട്ടുണ്ട്. 1799 ടിപ്പു സുൽത്താനുമായിട്ട് ഉണ്ടായ അവസാന യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ബോംബ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് അതിൻ്റെ മേൽക്കൂര കുറച്ച് ഭാഗം തകരുകയും അതിൻ്റെ മുകളിലുണ്ടായിരുന്ന കുറേ പീരങ്കികൾ താഴെ വീഴുകയും അതിപ്പോഴും അവിടെ തന്നെ അതിനകത്ത് തന്നെ കാണാം. ഈ മുകൾ ഭാഗത്തുള്ള ദീർഘചതുരാകൃതിയിലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ താഴെ ഏകദേശം ഒരു 100 അടിയും ഒരു 40 അടി വീതിയും ഉള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജയിൽ തൊട്ടടുത്ത് തന്നെ കാവേരി നദിയുണ്ട്. ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് കയറ്റിയിരുന്നത്. ഇതിന് തൊട്ട് പുറത്തായിട്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സ്നേക്കുകളും മറ്റും വളർത്തിയ ഒരു ബൗണ്ടറി ബോളുണ്ട്. അതിനപ്പുറത്താണ് നദി ഉള്ളത്. അത് നമുക്കിവിടെ നിന്ന് ഇപ്പോഴും കാണാം. ഈ നദിയിൽ നിന്നാണ് വെള്ളം ഒരു പ്രത്യേക രീതിയിൽ അവർ പമ്പ് ചെയ്ത് കയറ്റിയിരുന്നെന്നാണ് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്.